മുസ്ലിം ലീഗുമായുള്ള നീക്കുപോക്ക് സാധ്യതാ നീക്കം CPM ഉപേക്ഷിച്ചു. വെൽഫെയർ പാർട്ടി, SDPI, ലീഗ് എന്നിവരെ ഇനി മുതൽ ഒരുപോലെ പരിഗണിച്ച് അവരുടെ രാഷ്ട്രീയം തുറന്നു കാട്ടാനാണ് CPMന്റെ തീരുമാനം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിയെ തുടർന്ന് ന്യൂനപക്ഷ വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ ലൈൻ പൊളിച്ചെഴുതാനും സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിരിക്കുകയാണ്. RSSും സംഘപരിവാറും ഉയർത്തുന്ന വർഗീയ ഭീഷണികളെ നേരിടുന്നതിനൊപ്പം ന്യൂനപക്ഷ വർഗീയതയെ തുറന്നു കാണിക്കുകയും അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുകയും വേണം എന്നതാണ് സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം. ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതകളെ ഒരുപോലെ എതിർക്കുക എന്ന അടിസ്ഥാന പ്രമാണം ഉയർത്തിപ്പിടിക്കുന്നതിൽ പാളിച്ചകൾ ഉണ്ട് എന്ന വിമർശനത്തെ തുടർന്ന് പാർട്ടി ഇങ്ങനെയാണ് പറയുന്നത്. ന്യൂനപക്ഷ സംരക്ഷണം എന്നത് മതനിരപേക്ഷതയുടെ ഭാഗമാണെന്നും മതപ്രീണനമല്ല എന്നുമുള്ള കാഴ്ചപ്പാട് ജനങ്ങളിൽ എത്തിക്കാൻ പാർട്ടി ഘടകങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പൗരത്വ ഭേദഗതി നിയമത്തിലൂന്നിയുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം പിഴച്ചെന്ന് വിലയിരുത്തിയാണ് ഈ മാറ്റം. പ്രതീക്ഷിച്ച ന്യൂനപക്ഷ വോട്ട് കിട്ടിയതുമില്ല, ഭൂരിപക്ഷ വിഭാഗങ്ങൾ എതിരാവുകയും ചെയ്തെന്ന് 20 ലോക്സഭാ മണ്ഡലങ്ങളുടെയും തെരഞ്ഞെടുപ്പ് വിശകലനം പാർട്ടിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. UDFിൽ നിന്നും മുസ്ലിം ലീഗിനെ പുകച്ചു പുറത്തുചാടിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി കിട്ടുന്ന സന്ദർഭങ്ങളിലെല്ലാം അവരെ പ്രശംസിക്കുന്ന ശൈലി തെരഞ്ഞെടുപ്പിന് മുൻപ് CPM സ്വീകരിച്ചിരുന്നു. ലീഗ് വർഗീയ പാർട്ടി അല്ല എന്നും ന്യൂനപക്ഷ അവകാശങ്ങൾക്ക് വേണ്ടി അവർ നിലകൊള്ളുന്നെന്നും അതിന്റെ ഭാഗമായി സംസ്ഥാന സെക്രട്ടറി നിരീക്ഷിക്കുന്നുമുണ്ട്. CPMുമായി ബന്ധപ്പെടാനുള്ള താല്പര്യം ചില ലീഗ് നേതാക്കൾക്കുണ്ടെന്ന വിവരം പാർട്ടിക്കുള്ളിൽ റിപ്പോർട്ട് ചെയ്തു. അതിൽ നിന്നെല്ലാം മലക്കം മറിഞ്ഞാണ് തീവ്ര വിഭാഗങ്ങളായി CPM കരുതുന്ന വെൽഫെയർ പാർട്ടിയുടെയും SDPയുടെയും ഗണത്തിൽ ഇത് ആദ്യമായി ലീഗിനെ പെടുത്തിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ രണ്ട് കൂട്ടരുമായും അടുത്ത ബന്ധം ലീഗ് പുലർത്തിയെന്നതാണ് അതിനു കാരണമായി സംസ്ഥാന കമ്മിറ്റി ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം ലീഗ് CPM ബന്ധം കാണിക്കുന്ന ചില രേഖകൾ പുറത്തു വന്നിരുന്നു. CPMുമായി സഹകരിക്കാനുള്ള സന്നദ്ധത ചില മുസ്ലിം ലീഗ് നേതാക്കൾ അറിയിച്ചിരുന്നതായി CPM പാർട്ടി രേഖ പുറത്തു വന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയം വിലയിരുത്തി പാർട്ടി ഏറ്റെടുക്കേണ്ടതും തിരുത്തേണ്ടതുമായ കാര്യങ്ങൾ വിശദീകരിക്കുന്ന രേഖയിലാണിത്. ഏക സിവിൽ കോഡ്, പലസ്തീൻ ഐക്യദാർഢ്യം എന്നിവയിൽ CPM നടത്തിയ പരിപാടികളിൽ ലീഗിനെ ക്ഷണിച്ചിരിക്കുന്നത് രാഷ്ട്രീയ ചർച്ചയ്ക്ക് വഴിവെച്ചിരുന്നു. ലീഗിനെ മതേതര പാർട്ടിയാക്കിക്കൊണ്ടുള്ള CPM നേതാക്കളുടെ പ്രസ്താവനയും ഈ ഘട്ടത്തിൽ ഉണ്ടായി. ലീഗ് LDFിനോടൊപ്പം അടുക്കുന്നെന്ന ചർച്ചകൾക്കും ഇത് വഴിവെച്ചിരുന്നു. കോൺഗ്രസ് നേതാക്കളുടെ ഇടപെടലും ലീഗിലെ ഒരു വിഭാഗം നേതാക്കളുടെ എതിർപ്പുമാണ് സഹകരണത്തിന് തടസ്സമായത് എന്നായിരുന്നു പുറത്തുവന്ന വാർത്തകൾ. ഇത് ശരിവെക്കുന്ന വെളിപ്പെടുത്തലാണെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ച പാർട്ടി രേഖയിലുമുണ്ട്. മുസ്ലിം വിഭാഗത്തിലെ മതേതര നിലപാട് സ്വീകരിക്കുന്ന സംഘടനകളുമായി CPM പുലർത്തിയ ബന്ധം ആ വിഭാഗത്തിനുള്ളിൽ സ്വാധീനമുറപ്പിക്കാൻ കഴിഞ്ഞെന്ന് വിശദീകരിക്കുന്നിടത്താണ് ലീഗ് നേതാക്കളുടെ സഹകരണ മനസ്സ് വെളിപ്പെടുത്തിയത്. പാർട്ടിക്കുള്ളിൽ മാത്രം ലഭ്യമാകുന്ന രേഖയാണിത്. മുസ്ലിം വിഭാഗങ്ങളിൽ പൊതുവിലുണ്ടായിട്ടുള്ള ഈ മാറ്റം ലീഗ് അണികളെയും സ്വാധീനിക്കുന്നുണ്ട്. നമ്മളുമായി സഹകരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സ്വകാര്യ സംഭാഷണത്തിൽ ഉൾപ്പെടെ ലീഗ് നേതാക്കൾ സ്വീകരിച്ചത് നാം നേടിയ ഈ അംഗീകാരത്തിന്റെ ഫലമാണ് എന്ന് രേഖയിൽ കൃത്യമായി പറയുന്നുണ്ട്. എന്നാൽ ആരോട് നടത്തിയ സംഭാഷണമെന്ന് രേഖയിലില്ല. ഈ അംഗീകാരം ശക്തിപ്പെടുന്നുവെന്ന് മനസ്സിലാക്കിയ ലീഗ് നേതൃത്വം ജമാഅത്തെ ഇസ്ലാമി, SDPI തുടങ്ങിയ തീവ്ര വിഭാഗങ്ങളുമായി അടുത്ത ബന്ധം പുലർത്തി. ജമാഅത്തെ ഇസ്ലാമിയുടെ സംഘടനാ സംവിധാനം അവർക്കായി പലയിടത്തും പ്രവർത്തിച്ചു. മുസ്ലിം ജനവിഭാഗത്തിലെ സ്ത്രീകൾ നമുക്കെതിരായി പ്രവർത്തിക്കുന്നതിന് ഇടപെട്ടതും ജമാഅത്തെ ഇസ്ലാമിയാണ് എന്നും ഈ രേഖയിൽ പറയുന്നുണ്ട്. കണ്ണൂരിൽ CPM നടത്തിയ MV രാഘവൻ അനുസ്മരണത്തിലും ലീഗ് നേതാക്കൾക്ക് ക്ഷണമുണ്ടായിരുന്നു. കേരള ബാങ്ക് ഡയറക്ടർ ബോർഡ് സ്ഥാനവും CPM ലീഗിന് നൽകി. CPM കോഴിക്കോട് നടത്തിയ പലസ്തീൻ ഐക്യദാർഢ്യ റാലിയിലേക്ക് ലീഗിനെ ക്ഷണിച്ചാൽ പങ്കെടുക്കാമെന്ന് ET മുഹമ്മദ് ബഷീർ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഈ ക്ഷണം നിരസിക്കാൻ ലീഗിന് പ്രത്യേകം യോഗം വിളിച്ച് ചർച്ച നടത്തി സമവായം ഉണ്ടാക്കേണ്ടിയും വന്നിരുന്നു.